നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് സദാചാര പോലീസ് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. അയ്യോ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടാവല്ല. 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഞാനിവിടെ ജോലി അന്വേഷിച്ച് വന്നതാണ്. അയാളുടെ ഭാഷയിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. എങ്കിലും അത് കേൾക്കാൻ ആരും തയ്യാറായില്ല. ഛത്തീസ്ഗഡിലെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ദിലീപ് സാഹു ഗോണ്ടി ഭാഷയിൽ പലതും ആൾക്കൂട്ടത്തോട് പറഞ്ഞു. പക്ഷെ കാര്യമുണ്ടായില്ല. ആ 31കാരൻ അവിടെ ഗ്രാമത്തിൽ നിന്നും തീവണ്ടി കയറുമ്പോൾ മനസ്സിൽ 8ഉം 10ഉം വയസ്സുള്ള 2 മക്കളുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബം പട്ടിണിയില്ലാതെ കഴിയാൻ വേണ്ടിയാണ് അയാൾ ഇവിടെ എത്തിയത്. വെറും 4 ദിവസം മുമ്പ് മാത്രമാണ് ഇവിടെ വന്നത്. ദിലീപ് സാഹുവിന് ഇവിടുത്തെ വഴികളോ ഭാഷയോ അറിയില്ലായിരുന്നു. വഴിതെറ്റി എവിടെയോ ചെന്ന് പെട്ടതാണ്. ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹു ഒരു കള്ളനോ ക്രിമിനലോ ഒന്നുമായിരുന്നില്ല. പക്ഷേ ആൾക്കൂട്ടം അയാൾക്ക് വിധിച്ചത് മരണമാണ്. നാട്ടിലൊരു പെറ്റി കേസിൽ പോലും ദിലീപ് പ്രതിയല്ല. യാതൊരു മാനസിക പ്രശ്നവും ഇല്ല. വന്ന ഉടനെ ഒരു തട്ടുകടയിൽ പാത്രം കഴുകുന്ന ജോലി കിട്ടി. എന്നാൽ കാശ് തീരെ കുറവും പണി വളരെ കൂടുതലുമായതുകൊണ്ട് ഇഷ്ടപ്പെടാതെ നാട്ടിലേക്ക് മടങ്ങാൻ അയാൾ ഇരിക്കുകയായിരുന്നു. സ്വതവേ ഒരർത്ഥപ്രാണൻ മാത്രമുള്ള പട്ടിണിക്കോലത്തെ അവിടെയുള്ള 4-5 ചെറുപ്പക്കാർ ചേർന്ന് ആദ്യം ചോദ്യം ചെയ്തു. പിന്നെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയും ചവിട്ടുകയും ആയിരുന്നു. കമ്പിവടിയും കൊണ്ട് തലങ്ങും വിലങ്ങും അയാളുടെ ദേഹത്ത് അടിച്ചു പൊട്ടിച്ചു. പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാതെ അയാൾ അവശനാകുന്നതുവരെയാണ് തല്ലിയത്. പരമദരിദ്രനായ ദിലീപ് സാഹു ഭാര്യയുടെ ആകസ്മിക മരണത്തിന് തൊട്ടു പിന്നാലെ ഒരു മാനസിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. ഒടുവിൽ ജോലിക്ക് പോയി മക്കളുടെ പട്ടിണി അല്പമെങ്കിലും മാറ്റാനാണ് അയാൾ അവിടെ നിന്നും മറ്റെവിടെയെങ്കിലും പോകാമെന്ന് കരുതി തീവണ്ടി കയറിയത്. വെറും 4 ദിവസം മുമ്പ് മാത്രമാണ് ഇവിടെ എത്തിയത്. ഭാര്യയുടെ മരണം, ആദ്യമായി നാട് വിട്ടുവന്ന വെപ്രാളം എന്നിവയാൽ കുഴഞ്ഞു മറിഞ്ഞ മനസ്സായിരുന്നു അയാളുടേത്. നാട്ടുകാർ തല്ലിച്ചതയ്ക്കുമ്പോൾ നിസ്സഹായനായി അയാൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. എല്ലും തോലുമായ ആ നെഞ്ചിൻകൂട് അസ്വസ്ഥമായി ഉയരുകയും താഴുകയും ചെയ്യുന്നത് കണ്ടിട്ടുപോലും ഒരാളുടെ മനസ്സിലും കരുണ തോന്നിയില്ല. പുത്തനുടുപ്പും വയറുനിറയെ കഴിക്കാനുള്ള ഭക്ഷണപ്പൊതികളുമായി വരാമെന്നേറ്റ് തീവണ്ടി കയറി ദൂരേക്ക് പോയ അച്ഛൻ മടങ്ങി വരുന്നതും നോക്കി കാത്തിരിക്കുന്ന 2 കുരുന്നുകളോട് ഇനി എന്ത് മറുപടി പറയും? വഴിതെറ്റി ജനവാസ കേന്ദ്രത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇയാളെ മോഷ്ടാവെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടും കുടിയേറി വന്ന ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടും സ്ഥലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. തുടർന്ന് അയാൾ രക്തം ഛർദ്ദിക്കുകയും കൊല്ലപ്പെടുകയുമായിരുന്നു. അറിയാവുന്ന ഭാഷയിൽ അയാൾ ജീവനു വേണ്ടി യാചിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ വിട്ടില്ല. സ്വതവേ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത, തിരികെ ആക്രമിക്കാനോ ഓടിപ്പോകാനോ 1% പോലും സാധ്യതയില്ലാത്ത ഒരാളെ പോലീസിനെ ഏൽപ്പിച്ച് വ്യക്തത വരുത്തുന്നതിന് പകരം തല്ലിച്ചതച്ചു കൊന്നപ്പോൾ എന്ത് സുഖമാണ് അവർക്ക് കിട്ടിയതെന്നറിയില്ല. ഒരൊറ്റ നിമിഷം അയാളുടെ കണ്ണുകളിലെ വേദന അവരിൽ ആരെങ്കിലും നോക്കി അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുമില്ലാത്ത വെറുമൊരു പാവം മനുഷ്യനായിരുന്നു അയാൾ. വീട്ടിൽ അമ്മയില്ലാത്ത 2 കുഞ്ഞുമക്കൾ അച്ഛനെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് വിവരമറിഞ്ഞെത്തിയ അയാളുടെ നാട്ടിൽ നിന്നുള്ളവർ പറയുന്നത്. രാത്രികാലങ്ങളിൽ സമീപത്തെ കടകളിലെ സാധനങ്ങൾ നശിപ്പിക്കുന്നു എന്ന് കുറ്റം ആരോപിച്ചായിരുന്നു വഴിയേ പോയ ഒരു പാവം മനുഷ്യനെ തല്ലി കൊന്നുകളഞ്ഞത്. വഴിയരികിൽ 4-5 പേരുടെ കൈത്തരിപ്പിൽ നേർത്തൊരു ശബ്ദം പോലും ഇല്ലാതെ അരവയറിൽ കൊഴിഞ്ഞു വീണ അച്ഛനെ തേടി ബന്ധുക്കളുടെ കൂടെ ആ കുരുന്നുകളും എത്തി. എന്ത് സംഭവിച്ചു എന്നറിയാതെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി പകച്ചു നോക്കുന്ന ഇളയ മകൻ. ഈ പാപം എവിടെ കൊണ്ട് തീർക്കും? ഇനിയെങ്കിലും സ്വയം ആൾക്കൂട്ട വിചാരണ നടത്തി മനുഷ്യരെ കൊല്ലാതിരിക്കുക. ഈ രാജ്യത്തെ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ സമീപിക്കുക. നിങ്ങൾ ഉപദ്രവിക്കുന്ന മനുഷ്യനെയും കാത്ത് ഇതുപോലെ അരപ്പട്ടിണിക്കാരായ ദരിദ്ര നാരായണന്മാരുടെ കുടുംബം കാത്തിരിക്കുന്നുണ്ടാകാം. പരമദരിദ്രനാണെങ്കിലും അയാൾ ആ കൺമണികൾക്ക് സ്വന്തം അച്ഛനാണ്. അച്ഛനെ നഷ്ടപ്പെട്ട ആ കുരുന്നുകൾക്ക് ഒരച്ഛനെ പകരം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുകൂടി ഓർക്കുക. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖങ്ങളിലേക്കൊന്ന് നോക്കിയാൽ ഹൃദയമുള്ള ആരുടെയും മനസ്സ് വല്ലാതെ നീറിപ്പോകും.
എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.